ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ ഒരു കിഡിലൻ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ രാത്രിയത്തെ ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരുടെയും വീട്ടിലുള്ള സിമ്പിൾ ഐറ്റംസ് വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണില്ല, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സ്നാക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ താല്പര്യമാണെങ്കിൽ അങ്ങനെ എടുക്കുക, ഏതായാലും കുഴപ്പമില്ല. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അടച്ചു വെച്ചിട്ട്. അപ്പോൾ ഇത് ഇത്രയും ഞാൻ വഴറ്റിയിട്ടിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഒരുപാട് അങ്ങ് വഴറ്റി വെള്ളം വരുന്ന രീതിയിലൊന്നും ആക്കിയെടുക്കേണ്ട, കാരണം ഫില്ലിങ് ആണല്ലേ. അടുത്തത് നമുക്ക് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3ഉം കൂടി ഒന്നിച്ച് ചതച്ചെടുത്തിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ഇതുപോലത്തെ ഫില്ലിങ്ങിനൊക്കെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ആക്കിയിട്ട് ചേർക്കുന്നത് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഒന്ന് ചതച്ചെടുത്തിട്ട് ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടുന്നൊരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടെ ഇളക്കിയിട്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അഥവാ നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ മതിയാവും. അടുത്ത 1 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുരുമുളക് പൊടി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എരിവൊക്കെ ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി പച്ചമുളകും മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പൊടികളുടെ ആ ഒരു കുത്തലൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഏതാണ്ട് 1 മിനിറ്റ് മാത്രം മതിയാവും, ഒരുപാട് സമയമൊന്നും വേണ്ട. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ ആകുമ്പോൾ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ചിക്കനാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒത്തിരി ചെറുതാക്കിയിട്ടല്ല, കുറച്ചൊരു വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് വേവിച്ചിട്ടും ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ നോർമലി എല്ലാവരും ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് മഞ്ഞളും ഉപ്പും മുളക് പൊടിയും മാത്രം ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഫ്ലേവറിനൊക്കെ അനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സമയത്ത് ഉപ്പോ എരിവ് എന്തെങ്കിലും ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പ് പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ട് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് 5 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ആ ചിക്കനിൽ എല്ലാ മസാലയും ചേർന്ന് ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് മാത്രം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മാവൊന്ന് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഈ ഒരു ബൗളിൽ ഞാൻ 3/4 കപ്പ് അളവിൽ പുഴുങ്ങലരി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോർമലി വീട്ടിൽ ഏതാണോ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു സെയിം അരി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറുവയാണ് വെക്കാറ്, അതുകൊണ്ട് കുറുവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം നല്ല തിളച്ച വെള്ളത്തിൽ ഒരു 3-4 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നല്ലപോലെ കുതിർന്നതിന് ശേഷം വീണ്ടും ഒന്നുകൂടി കഴുകിയിട്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അടുത്തത് 1/2 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫെനൽ സീഡ്സ് ആണ്. അഥവാ ഇതിൻ്റെ ഫ്ലേവർ ഓവറായിട്ട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കുറക്കാം കേട്ടോ. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അടുത്ത ഇതിലേക്ക് നമുക്കൊരു ചെറിയ സവാള ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അഥവാ വലുപ്പമുള്ള സവാളയൊക്കെ ആണെങ്കിൽ പകുതി മാത്രം മതി കേട്ടോ, ഒരുപാട് കൂടുതലാവേണ്ട. അടുത്തത് നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. പച്ചവെള്ളമാണ്. അപ്പോൾ ഇത് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് ലൂസായിട്ട് ബാറ്റർ അരച്ചെടുക്കരുത്. നല്ല ടൈറ്റായിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. എന്നെ ഇത് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇനി നല്ലപോലെ ഇത് അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഈ ഒരു മാവ് ഒന്ന് കുഴച്ചെടുക്കാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി വറുത്തതാണെങ്കിലും വറുക്കാത്തതായാലും ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു മാവ് നമുക്ക് നല്ലപോലെ കുഴച്ചെടുത്തിട്ട് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് വേണേ. അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് എത്രയാണെന്ന് വെച്ച് ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ ഒരുപാട് ചേർക്കണ്ട, ആദ്യം കുറച്ച് ചേർക്കുക, എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ ആവശ്യമാണെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, നമുക്കിതുപോലെ ബോളായിട്ട് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് പറ്റണം. ഇത്രയും സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഇനി നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള മസാലയും അതുപോലെ തന്നെ അരിയും ഇതുപോലൊരു ഇഡ്ഡലി തട്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തട്ടിലാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇതില്ലാന്നുണ്ടെങ്കിൽ നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്യുക. കൈ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മോൾഡൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് ഓയിൽ നന്നായിട്ട് ഈ ഒരു കുഴിയിലൊക്കെ നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഞാൻ 2 പുഴുങ്ങിയ മുട്ടയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് മുട്ട ഇതുപോലെ ചെറുതായിട്ട് ഒന്നിനെ തന്നെ നല്ല നേരിയ സ്ലൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ കയ്യിൽ നന്നായിട്ട് ഓയിൽ തടവിയതിന് ശേഷം കുഞ്ഞു ബോൾസായിട്ട് ഈ അരിയിൽ നിന്ന് എടുത്തിട്ട് വേണം നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വലുപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇത്ര ചെറിയ ബോൾ എടുത്തിട്ട് ഈ ഒരു കുഴിയിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണോ മസാല ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് ഈ ഒരു കുഴിയിൽ മസാലയും കൂടി വെച്ച് കൊടുക്കുക. ഈ ഒരു നിങ്ങൾ എടുക്കുന്ന അരിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് വേണം കേട്ടോ മസാല വെച്ച് കൊടുക്കാനായിട്ട്. കാരണം നേർങ്ങനെ വെച്ചാണെങ്കിൽ ഓവർ മസാല വെച്ചിട്ട് കാര്യമില്ല. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇത്രയും വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുട്ട ഇല്ലേ, ആ ഒരു സ്ലൈസ് ചെയ്ത ആ ഒരു മുട്ടയിൽ നിന്ന് ഒരു സ്ലൈസ് മാത്രം എടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും കയ്യിൽ നന്നായിട്ട് ഓയിൽ തടവി കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും ഒരു കുഞ്ഞു ബോളായിട്ട് ഉരുട്ടിയെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക ചെറുതായിട്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഓയിൽ തടവണം, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതുപോലെ കയ്യിൽ വെച്ച് ചെറുതായിട്ട് ആ ഒരു നമ്മൾ ആദ്യം പരത്തി ആ ഒരു വലുപ്പത്തിനനുസരിച്ച് തന്നെ പരത്തുക. കാരണം ഇതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നമ്മൾ പെട്ടിപ്പത്തിലൊക്കെ ആക്കുമല്ലോ, ആ ഒരു രീതിക്ക് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സിമ്പിളല്ല ചെയ്യാനായിട്ട്, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് മുഴുവൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ഇഡ്ഡലി തട്ട് ചെയ്ത് കാണിക്കുന്നത് ഇതാകുമ്പോൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും അല്ലേ, മോൾഡൊന്നും വാങ്ങാനൊന്നും നിൽക്കണ്ട. ഈ ഒരു രീതിക്കാകുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനൊരു ഷേപ്പ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ തന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല, ഞാൻ ഇത് നല്ല ഭംഗി ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് മുഴുവൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കട്ടെ. അതുപോലെ തന്നെ ഇങ്ങനെ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റീൽ പ്ലേറ്റിൽ നന്നായിട്ട് ഓയിൽ ആദ്യം തന്നെ ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചൊരു വലുപ്പമുള്ള ബോൾ എടുത്തിട്ട് നന്നായിട്ട് കൈവച്ച് പരത്തി കൊടുത്തതിന് ശേഷം അതിൻ്റെ മിഡിലായിട്ട് ഫില്ലിങ് വെച്ചിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ പരത്തി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെയും ചെയ്യാം മുട്ട വെച്ചിട്ടൊക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതുപോലെ തന്നെ ഈ ഒരു ഫില്ലിങ് നിങ്ങൾക്ക് ഏത് രീതിക്കും ചെയ്യാം കേട്ടോ. ബീഫ് വെച്ച് ചെയ്യുക, ചെമ്മീൻ വെച്ചിട്ട് ചെയ്യുക, എല്ലാം കൊണ്ടും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുട്ട വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റീമറിൽ നന്നായിട്ട് വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്കതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് എനിക്കിപ്പോൾ 2 തട്ടുള്ളത് കൊണ്ട് ഞാൻ 2 തട്ട് രണ്ടാമത്തെ തട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എനിക്ക് വേവാനായിട്ടുള്ള സമയം എന്ന് പറയുന്നത് കറക്റ്റ് 20 മിനിറ്റാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിലവരുടെ ഫ്ലെയിമിൻ്റെ ഒക്കെ വ്യത്യാസത്തിൽ അതിൽ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 20 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക കേട്ടോ. 1/4 മണിക്കൂറൊക്കെ ആവുന്ന സമയത്ത്. അപ്പോൾ കറക്റ്റ് 20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ എൻ്റെത്. ഞാനതിന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെത് ഇപ്പോൾ പാകത്തിന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സ്റ്റീമറിൽ തന്നെ എടുത്ത് മാറ്റാം കേട്ടോ. ഇനി ഇതിൽ തന്നെ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് എടുത്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ. കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി അടിക്കൊന്നും പറ്റി പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ ഇഡ്ഡലിയൊക്കെ റെഡിയാക്കി എടുക്കുന്ന പോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മുഴുവനും ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം.
അങ്ങനെ ഞാൻ മുഴുവനും സ്റ്റീം ചെയ്തെടുത്ത് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല ഭംഗിയില്ല കാണാനായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തതുകൊണ്ട് തന്നെ. നല്ല സോഫ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഒന്നിക്കലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വേവിച്ചിട്ട് കഴിക്കാം. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ തന്നെ കൊടുക്കാം. ഞാൻ കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാൻ അതിനായിട്ടുള്ള മസാല ഒന്ന് തയ്യാറാക്കി എടുക്കുകയാണ്. ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവുള്ളതാ താല്പര്യമാണെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കുത്തിയെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓവർ പേസ്റ്റ് ആക്കിയിട്ടൊന്നും ചേർക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക ചെറിയ രീതിക്ക്. പിന്നെ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓവർ ലൂസാക്കി എടുക്കണ്ട. നമുക്ക് മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. വെളുത്തുള്ളി ഇങ്ങനെ കാണണം കേട്ടോ, അപ്പോൾ ഇതിൽ നിന്ന് കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു മുളകിൻ്റെ കുത്തലൊക്കെ ഒന്ന് മാറിക്കിട്ടുകഴിഞ്ഞാൽ ഉടനെ തന്നെ കോരിയെടുക്കുക. അപ്പോൾ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് ഇത് ഫ്രൈ ചെയ്യാനും പാടില്ല. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും 2.5 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഈ ഒരു മുളകിൻ്റെ മിക്സിൽ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക, എല്ലാ സൈഡും നന്നായിട്ട് കവറാകുന്ന രീതിയിൽ. എന്നിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓവർ തീ കുറച്ച് വെച്ച് ഒരുപാട് സമയം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി, തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ മുഴുവനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓയിലോ വെളിച്ചെണ്ണ ഏതായാലും കുഴപ്പമില്ല, ഫ്രൈ ചെയ്യാനൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒരു സൈഡ് ആകുന്ന സമയത്ത് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് സമയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ആ പൊടികളുടെ ഒരു കുത്തലൊക്കെ ഒന്ന് മാറിക്കിട്ട് കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, കണ്ടില്ല. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് മുഴുവൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ല. കാണാൻ നല്ല ഭംഗിയില്ല അല്ലേ? ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പറിൽ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കുക കേട്ടോ. നല്ല ഭംഗിയുള്ള പോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, വെറുതെ പറയല്ലോ. ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കില്ല. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്